കണ്ണൂരിൽ മുറിവേറ്റ ആനയെ എഴുന്നള്ളിപ്പിന് പങ്കെടുപ്പിച്ച സംഭവത്തിൽ ആനയെ തിരിച്ചയക്കാൻ ക്ഷേത്ര ഭരണസമിതി തീരുമാനിച്ചു. ഇന്ന് വൈകിട്ട് ആനയെ തിരിച്ചു കൊണ്ടുപോകും. വനം വകുപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് തീരുമാനമെന്ന് ക്ഷേത്ര ഭരണസമിതി അറിയിച്ചു. 24 ഇമ്പാക്ട് അപേക്ഷ മാനിച്ച്, അതായത് ഓരോ നിർദ്ദേശം മാനിച്ചിട്ട് നമ്മൾ ആനേനെ എഴുന്നള്ളിക്കുന്നില്ല. ഇനി വൈകുന്നേരം ആ വെയിൽ താഴ്ന്നു കഴിഞ്ഞാൽ ആനേൻ്റെ ആൾക്കാർ അത് മടക്കി കൊണ്ടുപോകും. നമുക്കിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കയ്യിലുള്ള പേപ്പർ വെച്ചിട്ട് നമുക്ക് ആനേനെ പങ്കെടുപ്പിക്കാം. പിന്നെ ആന അങ്ങനെ ഒരു കാഴ്ചക്കോ ഇതെല്ലാം നമുക്കങ്ങനെ ഒരു ആനേനെ പറ്റിയൊരു തോന്നിയിട്ടില്ല. ഈ സമൂഹ മാധ്യമങ്ങളിൽ നിങ്ങളിങ്ങനെ ഇത് കണ്ടു നമ്മളൊരു അമ്പലം എന്ന് പറഞ്ഞാൽ അമ്പലത്തിൻ്റെ പേരാ മോശമാവുക. ഇതിൽ കുറച്ചൊരു വേദനയുണ്ട് നിങ്ങൾ ഈ ചെയ്തതിൽ. അത്രയാണ്. അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകും കണ്ണൂരിൽ നിന്ന്. അരുൺ, ഇതിൽ ഇപ്പോൾ ആനയെ തിരികെ കൊണ്ടുപോകുന്നു എന്നതിനപ്പുറത്തേക്ക് നാട്ടാന പരിപാലന ചട്ടമൊക്കെ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ലംഘനമാണ് ഈ വയ്യാത്ത ആനയെ എഴുന്നള്ളിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും നിയമ നടപടിയിലേക്ക്, തുടർ നടപടികളിലേക്കൊക്കെ പോകേണ്ടി വരില്ല. ഇപ്പോൾ തളാപ്പ് ക്ഷേത്രത്തിൻ്റെ ഭരണസമിതി അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഈ വാർത്തകൾ വന്നതിലെന്ന് പറഞ്ഞു. പക്ഷേ അതിനപ്പുറത്തേക്കുള്ള അതൊരു ഭാഗത്ത് നിൽക്കുമ്പോഴും നിയമ നടപടികൾ അതിൻ്റെ വഴിക്ക് പോകേണ്ടി വരില്ലേ കൂടുതൽ? വിജയകുമാർ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ വനം വകുപ്പിൻ്റെ ഒരു അന്വേഷണം ഇതിൽ ആരംഭിച്ചിട്ടുണ്ട്. അവർ പ്രാഥമികമായ വിവരശേഖരണം ഉൾപ്പെടെ ആ ക്ഷേത്രത്തിലെത്തി ആ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തുടർ അന്വേഷണവും അതിൽ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടവർ അങ്ങനെയാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ കേട്ടത് ക്ഷേത്ര ഭരണസമിതിയുടെ അവരുടെ വിശദീകരണമാണ്. അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഫിറ്റ്നസ് ഉണ്ട്. അതായത് ഈ ആനയുടെ ഉടമ ഫിറ്റ്നസ് അവർക്ക് ഹാജരാക്കിയിട്ടുണ്ട്. ഈ ഫിറ്റ്നസ് വനം വകുപ്പിന് നൽകിയിട്ടുണ്ട്. ഇതേ തുടർന്നാണ് എഴുന്നള്ളിപ്പിന് അവർക്ക് അനുമതി ലഭിച്ചത്. എല്ലാ നിയമപരമായ അനുമതിയും അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നതാണ് ക്ഷേത്ര ഭരണസമിതി വിശദീകരിക്കുന്നത്. പക്ഷേ അവിടെ അന്നേരം അവശേഷിക്കുന്ന ഒരു ചോദ്യം എന്നുള്ളത്, നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടതാണ്, ആ ആനയുടെ ആ മുറിവുകൾ കണ്ടതാണ്. അതായത് കാലിനുള്ള മുറിവെല്ലാം പഴുത്തൊലിച്ചിട്ടുണ്ട്, ശരീരത്താകെ മറ്റ് വ്രണങ്ങളൊക്കെ ഉണ്ട്. അത്തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന ആനയ്ക്ക് എങ്ങനെയാണ് ഫിറ്റ്നസ് നൽകിയത്? ഈ ഫിറ്റ്നസ് പ്രകാരം എങ്ങനെയാണ് ആ എഴുന്നള്ളിപ്പിന് അനുമതി, നിലവിലെ ചട്ടങ്ങൾ പ്രകാരമുള്ള അനുമതി നൽകിയത് എന്ന ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. വനം വകുപ്പ് തന്നെയാണ് ഇതിന് ഫിറ്റ്നസ് നൽകേണ്ടത്. എന്തായാലും ആ കാര്യത്തിൽ വനം വകുപ്പിൻ്റെ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെയുള്ള നിയമപ്രകാരമുള്ള നടപടികൾ ഇതിലുണ്ടാകും എന്നതാണ്. ക്ഷേത്ര ഭരണസമിതി അവർക്ക് ചില വിഷമം ഇതിൽ ഉണ്ടായിട്ടുണ്ട് ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ എന്ന പ്രതികരണമാണ് നടത്തുന്നത്. പക്ഷേ നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടതാണ്. വളരെ വേദനാജനകമായ ദൃശ്യങ്ങളാണ്. വളരെ ക്രൂരമായ ഒരു സാഹചര്യം, അല്ലെങ്കിൽ അത്ര മുറിവേറ്റ ഒരു ആനയെ 3 മണിക്കൂറോളം എഴുന്നള്ളിപ്പിച്ചു എന്ന് പറയുമ്പോൾ ആ വിശദീകരണം എത്രത്തോളം നിലനിൽക്കും എന്നതുകൂടി ഒരു നിയമം അതിന്റെ വഴിക്ക് തന്നെ പോകട്ടെ. എന്തായാലും വനംവകുപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ആനയെ തിരിച്ചയക്കുകയാണ് എന്ന് ക്ഷേത്ര ഭരണസമിതി അറിയിച്ചു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രാഥമിക വിവരങ്ങളൊക്കെ ശേഖരിച്ചിട്ടുണ്ട്. ഇനിയും ആ വഴിക്ക് നിയമപരമായ നടപടിക്രമങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്.